ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? ഞങ്ങള് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് പീരീസിന് കാണിക്കണം എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ കാണിക്കാം അല്ലേ? എടുക്കൂ. ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ഞാൻ നാട്ടിൽ പോയപ്പോ വാങ്ങിച്ച കേട്ടോ. നാട്ടില് ഒല്ലൂരുള്ള ഫെജിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇപ്പൊ തൃശ്ശൂര് നമുക്ക് കുറച്ച് എന്താ പറയാ റീച്ചൊക്കെ കിട്ടിയ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടാണ് ഫെജിയിൽ പോയത് കേട്ടോ. പക്ഷെ ഫെജി മുന്നേ ഉള്ള ഷോപ്പാണ്, തൃശ്ശൂർ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ പുതിയ തന്നെ ഒല്ലൂര് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ ഒല്ലൂർ കേട്ടോ പോയത്. അപ്പൊ അവിടുന്ന് വാങ്ങിച്ചതാണ്. ഈ കൊറിയൻ സംഭവം കളക്ഷൻസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ എനിക്ക് ബാഗിന്റെ കളക്ഷൻസ് തീർന്നു പോയതാണെന്ന് അറിയില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതില് മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഞാന് ഒരു ബാഗ് 2 കൊല്ലം ഓടിച്ചില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും സെയിം ബാഗ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. നാശമായിട്ടുണ്ടായിരുന്നില്ലേ, തീരെ നാശമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റത്തെ ബാഗ് ഈ തോന്നുന്നു അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ബാഗാണ് വാങ്ങിച്ചത്. അപ്പോ അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 കൊല്ലം. പിന്നെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചു 2 കൊല്ലം അത് തന്നെ ഓടിക്കട്ടെ. നമ്മള് എപ്പോഴും നാശമായിട്ടില്ലെങ്കിലും പുതിയൊരു ബാഗ് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. ബാഗൊക്കെ നല്ല പുതിയത്, നമ്മൾ പുതിയത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും ചില ബാഗുകൾ ആഗ്രഹിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികൾ അറിയണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ആ ബാഗ് നാശമായിട്ട് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ഇപ്പൊ പെൻസിലൊക്കെ ചെത്തുക കളയുക അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് പറയും അത് എടുത്ത് വെക്കണം, കുറെ കഴിഞ്ഞിട്ട് വേണം മെല്ലെ. ഇറേസറൊക്കെ കുറെ കിട്ടുമല്ലോ. അപ്പൊ കുറെ ഇതൊന്നൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അപ്പൊ കാണാണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പുതിയത് വാങ്ങിക്കാൻ പറയും. അപ്പൊ ആ ശീലമൊക്കെ ഞാനിങ്ങനെ അല്ലേ ഭംഗിയുണ്ടല്ലോ. ഇനിയിപ്പോ അപ്പൊ 2 കൊല്ലം ബാഗ് ഓടിച്ചു തരണം. ഇക്കൊല്ലം ഞങ്ങള് അടുത്ത ബാഗ് വാങ്ങിച്ചു. ഇത് നല്ല ബാഗാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു കൊറിയൻ ലുക്ക് ആയിരിക്കും. കൊറിയൻ സംഭവങ്ങളാണ് കൂടുതൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പൊ ഈ ബാഗില് കൊറേ എന്താ പറയാ പറഞ്ഞു ഇങ്ങനൊരു നമ്മൾ കള്ളികൾ എന്നല്ലേ പറയാ, കള്ളികൾ. ഇത് നല്ലൊരു ബുക്സ്. പിന്നെ എക്സാമിന്റെ സമയമാകുമ്പോഴാണ് അവര് എല്ലാ ബുക്സും കൊടുത്തുവിടുക. അപ്പൊ ഒടുക്കത്തെ വെയിറ്റ് ആയിരിക്കും കേട്ടോ ബാഗിന്. പിന്നെ ഹോംവർക്ക് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അധികം ചില ദിവസങ്ങളിൽ മാത്രമേ കുറച്ചധികം കൊടുത്തുവിടാറുള്ളൂ. അല്ലെങ്കിൽ 2-3 ബുക്സ് തന്നെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഈ ക്യാരക്ടറിലുള്ള ബാഗായിരുന്നു ആവശ്യം, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഷോപ്പിൽ തന്നെ വേറെ മാറ്റണ്ട, അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാ പോയത്. ഏത് ക്യാരക്ടർ ആയിരുന്നു വേണ്ടത്? ഇതെന്താ കമന്റ് ചെയ്യണത്? ഇത് എന്താ പെന്നാണോ? ഏത് കളറാന്ന് നോക്കട്ടെ. ഭംഗിയുണ്ട്. ബ്ലാക്ക്. ഇതിന്റെ തലയും ബ്ലാക്ക്, പെണ്ണിന്റെ കളറും ബ്ലാക്ക്. വേറെ ഉണ്ട്. എന്തായിരുന്നു സാധനം? ഷാർപ്പ് ചെയ്തിട്ട് അങ്ങനെ തുറന്നിട്ട് കളയണം. ഇങ്ങനെ കാണുന്നു. അതുപോലെ തന്നെ ഇതും ഉണ്ട്. ഞാനൊക്കെ ഉണ്ടല്ലോ ഇറേസറൊക്കെ കിട്ടിക്കഴിഞ്ഞാ എന്താ പറയാ
അതുമ്പോ കറുപ്പ് കളർ ആവുമല്ലോ നമ്മൾ മാച്ചിട്ട്. അപ്പൊ ചുമരുമ്പ വെച്ചിട്ട് വെളുപ്പിച്ചായിരുന്നു കേട്ടോ. മറ്റേ വെളുത്ത ചുമരുമ്പ ഉരച്ചിട്ട് വെളുപ്പിച്ചൊക്കെ കാലുണ്ടായിരുന്നു. അതുപോലെ അത് ഓപ്പൺ ചെയ്യാം. ഇതൊരു കട്ടാണ്. ഇതും ഒരു കട്ടറാണ്. ഭംഗിയുണ്ടല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതും ക്യൂട്ടായിട്ടുള്ള. ഇതൊക്കെ തുറക്കാൻ കിട്ടും തോന്നുന്നു കേട്ടോ. ആ അതൊക്കെ തുറക്കാം. ഇത് വെച്ചിട്ട് ഡസ്കിലൊക്കെ വീഴുന്ന ഡസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിന് എത്രയാ? അതിനൊക്കെ 30 രൂപയൊക്കെയാണ് കേട്ടോ. 30 രൂപ. 3 മേടിച്ച പൈസ ഇത് പീസ് ഇത് അടുത്തത് കേട്ടോ. പിന്നെ ഇത് ഞാന് മോനിങ്ങനെ കളിക്കാൻ വേണ്ടി മോൻ ഇത് കണ്ടപ്പോ അങ്ങനെ എടുത്തതാ. സാരില്ലായി എന്തായാലും നാശമാവുമല്ലോ. അപ്പൊ 3 മേടിച്ചമ്മ. എനിക്ക് 2 മേടിച്ചുള്ളൂ. അവന് വേണ്ടിട്ട് 1 മേടിച്ച സെപ്പറേറ്റ്. അത് കാരണം ഓരോന്നോരോന്നായി കൊണ്ടുപോവേ. ഇതിലുള്ള വേറെ ഇതിന്റെ ഉള്ളില് എനിക്കൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കള്ളിയുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് ആണ്. എനിക്ക് ലഞ്ച് ബോക്സ് എപ്പോഴും എനിക്കങ്ങനെ മനസ്സിന് വിചാരിച്ചൊരു ലഞ്ച് ബോക്സ് കിട്ടില്ല. ഞാൻ എപ്പോഴും സ്റ്റീലിന്റെ ആണ് കൊടുത്തു വിടാൻ എനിക്കിഷ്ടം. അപ്പൊ നമ്മൾ പണ്ട് കൊണ്ടുപോയ നമ്മുടെ ചുറ്റുപാത്രത്തില്ലേ, അതെനിക്കിഷ്ടം. പക്ഷെ അത് തുറക്കാൻ ഭയങ്കര പാടാ കുട്ടിക്ക്. ഞാൻ ഒരു വട്ടം കൊടുത്തു വിട്ടിട്ട് തുറക്കാൻ ഭയങ്കര പാടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓക്കെ അങ്ങനെ ലഞ്ച് ബോക്സ് ഞാനിപ്പോ പുതിയതൊരെണ്ണം ഈ ലാസ്റ്റ് ടൈമിലല്ലേ ലാസ്റ്റ് ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊരു കുഴപ്പമില്ല ലഞ്ച് ബോക്സ്. പക്ഷെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കഴിഞ്ഞപ്പോ ഇതിന്റെ അടിയിൽ വല്ലതും വെക്കാൻ പറ്റുമോ? ഇല്ല, ഇത് കഴുകാൻ സുഖം. അപ്പൊ ഇത് ഈ ഒരു ഭാഗം പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ഉള്ളില് സ്റ്റീൽ. അപ്പൊ ചൂടാറിയിട്ട് എനിക്ക് സ്റ്റീലിന്റെ ആണ് കൂടുതലും ഞാൻ പറയാട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ. ഇവിടെ വേറൊരു സീക്രട്ട് കളി ബാക്കിൽ ഞാൻ ബാഗ് ഇട്ടോ. പക്ഷെ ബാഗ് 2 കൊല്ലം ഉപയോഗിച്ച കാരണം ആ ബാഗ് എന്താ പറയാ നാശായിട്ടാട്ടോ നമ്മള് കളഞ്ഞത്. ഞാൻ കളഞ്ഞു അത്. അതിന്റെ സിപ്പ് ഇങ്ങനെ ക്ലോസ് ആവുന്നില്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുറക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്താട്ടോ. ലഞ്ച് കൊണ്ടുപോയി. ലഞ്ച് കൊണ്ടുപോകാൻ ഞാന് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. കുറച്ച് അത് കണ്ടു പറ്റേ. നമുക്ക് അടുത്തത് എന്തായാലും ലഞ്ച് ബോക്സിലേക്ക് കിടക്കാം. അടുത്തതൊരു ലഞ്ച് ബോക്സ് ആട്ടോ. ഇതാണ് ലഞ്ച് ബോക്സ്. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. ഈ സൈഡ് കാണിക്കല്ല, ഇത് ബോയ്സിന്റെ. അന്നത് തുറക്കും. ഈ ലഞ്ച് ബോക്സിനൊക്കെ ഒരു 800 രൂപയുടെ അടുത്തുണ്ട് കേട്ടോ. എനിക്ക്
ഇതാണ് ഫിലിപ്സിന്റെ കുട. നമ്മുടെ കൊറിയൻ സ്റ്റൈൽ കുടയാണ് കേട്ടോ. തുറന്ന കാണില്ല. എന്റെ വീട്ടിലോട്ട് ചെല്ലേ. ഇത്രയും വലിയ കൊട. ഇതാണ് എന്റെ കൊറിയൻ കൊട. ഇത് ബാംഗ്ലൂരില് ഈവനിംഗ് ഒക്കെ ആവുമ്പോ മഴയിൽ തുളറുണ്ട്. അപ്പൊ ഇതെടുക്കുന്നത് നൈസായിട്ടുണ്ട്, നല്ല കളറാണ്. അതിലും പർപ്പിളും പിങ്കും ഒക്കെ ഉണ്ടല്ലോ. പർപ്പിൾ, പിങ്ക്, ബ്രൗണ്. ഓക്കെ. ഈ കൊട എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇതെന്റെ കൊടയാണ്. ഓക്കെ. പക്ഷെ ഞാൻ എടുക്കും. അപ്പൊ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.